ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്നിവിടെ ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിലാക്കി എടുക്കാം. പിന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. പിന്നെ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതൊരു 85-90% വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം 4 വിസിലൊക്കെ വന്ന് കുറച്ച് നേരം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഒട്ടും വെള്ളം ചേർക്കണ്ടെന്ന്. ഇനി ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുന്നേ ബീഫിൽ പുരട്ടാനുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ബീഫ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾ ബീഫ് വേവിച്ചപ്പം പുറത്ത് വന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ മാറ്റി വെക്കണം. അത് പിന്നീട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണം. അതുകൊണ്ട് ആ വെള്ളം മാറ്റി വെക്കുക, കളയാൻ പാടില്ല. ഇതൊന്ന് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ബീഫ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് 2 സൈഡും നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഇനി കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ബീഫ് ഫ്രൈ ചെയ്തിട്ടുള്ള അതേ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്തത്. ഒന്ന് അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 30ഓളം ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. പച്ചമുളക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5-6 വറ്റൽമുളക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്, ഇതിലേക്ക് ചേർക്കാം. പിന്നെ വറ്റൽമുളക് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല എരിവുള്ള വറ്റൽമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, അതായത് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുക. എന്നിട്ടിത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ്സാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പും എരിവൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്